ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാളൂട്ടീൻ്റെ എക്സാം ഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പല സമയത്തും ഞങ്ങൾ ചിലപ്പോൾ ബിസി ആയിരിക്കും. മാളൂട്ടി മുബിക്കാക്കി ഉറങ്ങുകയാണ് കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പോയി ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മാളൂട്ടീനെ. അങ്ങനെ എന്തായാലും അവർ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ. നമുക്ക് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. അതിന് മുന്നേ എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ ഉണ്ട്. സ്കിൻ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യമുള്ളതായിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെയ്യുന്നില്ല. എന്നാലും മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം പുറത്തേക്കൊക്കെ പോകേണ്ടതുകൊണ്ട് സൺ പ്രൊട്ടക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാളൂട്ടീൻ്റെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്തൊക്കെ നല്ല വെയിലുമാണ്, അതുകൊണ്ട് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ വെയിലുള്ള ടൈം നോക്കി തന്നെ യൂസ് ചെയ്യണമെന്നില്ല, എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളിപ്പോൾ തുണികൾ എടുക്കാനോ അങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഭയങ്കര സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നത് ബേബി പൗഡറാണ് കേട്ടോ മാളൂട്ടീൻ്റെ. അതാകുമ്പം എനിക്ക് അതാണ് കുറച്ചുകൂടെ മുഖത്ത് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ബേബി പൗഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഐബ്രോ വരയ്ക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഐബ്രോ വരച്ചിട്ടുണ്ടാവുന്നത് എപ്പോഴും, കാരണം എനിക്ക് ഒട്ടും പിരിവില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐബ്രോ വരയ്ക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ദോശയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. കറി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇന്നലത്തെ ചിക്കൻ കറി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ കറിയും ദോശയാക്കാം രാവിലെ ഞാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ ഈ ജനലൊക്കെ ഓപ്പൺ ചെയ്തിടുന്നത്. ഇന്ന് ഞാൻ കുറച്ച് വൈകിപ്പോയി, വീഡിയോ എടുക്കുന്ന ശ്രദ്ധയിലായിപ്പോയി. ഇന്ന് മോർണിംഗ് ഞാൻ കോഫിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാളൂട്ടിക്ക് ഇഷ്ടമാണ് കോഫി. ഇനി ദോശ ചുടാനുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ദോശ ചുടുള്ളൂ, ആ ഒരു ചൂടിൽ കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഇവരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരണം ഇനി. അപ്പോൾ മാളൂട്ടി വിളിച്ചപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വ്ലോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം വലിയ കുറുമ്പൊന്നും കാണിക്കാതെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചില ദിവസം മാത്രം അവൾക്ക് ഉറങ്ങി മതിയായിട്ടില്ലെങ്കിലാണ് ചിലപ്പോൾ കരയൊക്കെ ചെയ്യുള്ളൂ, അതും അപൂർവം ചില ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല വിളിക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ടാൽ മാത്രം മതി, അത് അവർ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ചൂടുള്ളൂ. അങ്ങനെ മാളൂട്ടീനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് മാളൂട്ടിക്ക് ചില സമയത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്ന് പറയും, ചില സമയത്ത് ഇങ്ങനത്തെ കുട്ടി കുട്ടി ദോശ വേണമെന്ന് പറയും. അങ്ങനെ വെറൈറ്റി ആയിട്ട് എപ്പോഴും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര വിളിച്ചിട്ടാ അറിയോ എഴുന്നേറ്റ് തന്നെ? മാളൂസ് ഇന്ന് ഫസ്റ്റ് എഴുന്നേറ്റ് കേട്ടോ. അതെ, എന്നെ വിളിച്ച് എണീപ്പിച്ചുവിടും, പക്ഷെ മൂവിക്കാർക്ക് എന്നിട്ട് കിടന്നിറങ്ങും. എനിക്ക് ഇഷ്ടമല്ല, മാളൂസിനും ഇഷ്ടമല്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഉമ്മയില്ലേ, അതായത് എന്റെ മമ്മന്റെ മമ്മ. അപ്പൊ എന്റെ മമ്മന്റെ മമ്മ ഉമ്മി ഏറ്റവും രാവിലെ എണീറ്റ് കിളികളൊക്കെ കാണാൻ പോവും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്നെ എത്ര വിളിച്ചാൽ ഞാനും മാളൂസും ഇടയ്ക്ക് അതൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. ഒന്നും പ്ലാൻ ചെയ്യാൻ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല, കാരണം ഇന്ന് സ്കൂളിൽ പോകാനുള്ളതാണ്. ഇപ്പം തന്നെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കൂടെ പോയി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി മാളൂട്ടീനെ മാറ്റി നമുക്ക് എക്സാമിന് കൊണ്ടുപോകാം. മാളൂട്ടിക്ക് ഇന്ന് സ്കൂളിലേക്ക് സ്നാക്സിന് കൊടുത്തു വിടുന്നത് മുസമ്പിയാണ് കേട്ടോ. രാവിലെ സ്നാക്സും വെള്ളവും മാത്രമാണ് കൊടുത്തു വിടുള്ളൂ. ലഞ്ച് ഞാൻ എപ്പോഴും കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും അടുത്തുള്ളൊരു സ്കൂളിൽ ചേർത്തിയത്. സ്കൂളിൽ ഫ്രൂട്ട്സ് ആണ് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ മാളൂട്ടിക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടമാണ്. ഓരോ സീസൺ ടൈമിൽ ഏതാണ് ടേസ്റ്റ് ഉള്ളത് വരുന്നത് അതായിരിക്കും അവർക്ക് ഇഷ്ടം. അത് ശരി, ഇതെന്താ കഥ? എണീറ്റ് മോളെ, എണീറ്റ് പരീക്ഷ എന്നിട്ട് മാളു ബാ 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 ബാ. എന്ത് മൂവിക്കാക്ക് ഉറങ്ങണ്? നല്ല സുഖല്ലേ എങ്ങനെ കിടന്നുറങ്ങാൻ? ആ നല്ല രസാ. ഞാൻ ഇപ്പൊ ടീച്ചർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. വേഗം വന്നോ? അച്ചാറോ?
അല്ല പേര് നോക്കട്ടെ, ആരുടെ നോക്കട്ടെ. ഇവിടെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് എല്ലാരും പേര് എഴുതി വെച്ചിരിക്കുക അവരവരെ ചോക്ലേറ്റില്. യെസ് യെസ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മൂവിക്കൊക്കെ തീർക്കും എല്ലാവരും. മാളൂസിന്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ തീരാനായത് മൂവിക്കാക. അപ്പൊ മാളൂസ് ആയിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നമ്മളെ ചോക്ലേറ്റ് നമ്മൾ എടുത്തു വെക്കണം, പേരെഴുതിയിട്ടൊന്നും കാര്യമില്ല. കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ ഉള്ളില് പിസ്താച്ചിയോ കുനാഫ ചോക്ലേറ്റ് എല്ലാരും കഴിച്ചിട്ടുണ്ടാവും, നമ്മളായിരിക്കും ലാസ്റ്റ് കഴിക്കുന്നത്. ട്രെൻഡിങ് ആണല്ലോ ഇത്. നല്ല രസമുണ്ട് അല്ലേ? എത്ര 300 and സംതിങ്ങോ 300ഓ ഇത്രയുള്ളോ? നമ്മള് ഒരെണ്ണൊക്കെ വാങ്ങി കഴിക്കാനേ അല്ലേ മാളു? ഇതൊക്കെ ടേസ്റ്റ് ഒക്കെ നമ്മൾ അറിയണ്ടേ? എന്നാ വാ മാറ്റാം. ഇതുണ്ടോ ഒരാള് സ്കൂളിൽ പോയിട്ട് വീണത് ഉണ്ടോ? 2 മുട്ടില് മുറിയൊക്കെ ആയിട്ട് 1 സെന്റ് നിക്കണ ഞാൻ പോയപ്പോ. കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും, നോക്കിക്കോ. വേണ്ടിട്ട് ഞങ്ങള് പേപ്പർ കിട്ടുന്ന വീഡിയോ ഇടും. ആളിന് എത്ര മാർക്ക് ഉണ്ടോ നമുക്ക്. നാളെയും കൂടി എക്സാം ഉള്ളൂ, അത് കഴിഞ്ഞാ അപ്പൊ എനിക്ക് കാര്യം പറയാനുണ്ട്. ഇതാണ് എന്റെ ശരിക്കും ഇതിലേ ഇല്ല കുന്തളയിൽ സ്കൂളിൽ പോയിട്ട് എഴുതിക്ക എക്സാമിന്. ശരിക്കും ലൈല മാത്സ് എക്സാം അതൊന്ന് പറഞ്ഞു നോക്ക്. അറിയാം. എന്താ അമ്മ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ ബ്ലൂ ടീമാണ്, സ്പോർട്സിന്റെ ഭാഗം ഉണ്ടാകും, എനിക്ക് മനസ്സിലാവും. അത് കാണണ്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. മാളൂട്ടിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഓവറായിട്ട് ഒരുക്കങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ക്രീമും പൗഡറും തേച്ച് കൊടുക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ഐബ്രോ കുറച്ച് എഴുതി കൊടുക്കും, അത്രേ ഉള്ളൂ. ആക്സസറീസും അതുപോലെ ഒരുപാടൊന്നും യൂസ് ചെയ്യാറില്ല സ്കൂളിലേക്ക്. ഇതൊക്കെ ഞാൻ വീണ് നടക്കുന്നു. അപ്പൊ പരീക്ഷ തീരാനായപ്പോ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് കണ്ടോ. അപ്പൊ ഗായ്സ് സബ്ബ വന്നിട്ട് എനിക്കറിയില്ല. സ്നാക്സ് ഇതാ മമ്മാന്ന് ഫിദ തന്നെ കട്ടൊക്കെ ബ്ലൂ കളർ. എന്നാലും മറ്റേത് എവിടെ പോയി എനിക്കറിയില്ല. അപ്പോൾ മാളൂട്ടിനെ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോയേക്കാം. മാളൂട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടുതൽ നടക്കാറാണ്. ചില സമയത്ത് ഇതുപോലെ മടി പിടിച്ചിട്ട് എടുക്കാൻ പറയും. പക്ഷെ എന്നാലും ഇപ്പോൾ അവൾ അത്യാവശ്യം നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ ഓവർ ടയേർഡ് ആവുകയാണെങ്കിലൊക്കെ അവൾ പറയാതെ തന്നെ ഞങ്ങൾ എടുക്കുന്നതാണ്. അങ്ങനെ സ്കൂളിൽ എത്താനായി. മുബിക്കാ പിന്നെ പുറത്തുനിന്ന് ഉമ്മയൊക്കെ തന്നിട്ട് എൻ്റെ കയ്യിൽ വിടും. ഉള്ളിലേക്ക് അങ്ങനെ വരില്ല കേട്ടോ, അവിടെ നിൽക്കാറാണ്. സ്കൂളിൽ അവളിപ്പോൾ പോയി ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റബിൾ ആയി. എന്നാലും എനിക്ക് സ്കൂളിൽ വിടാൻ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ടൈം കളയും. അവിടുന്ന് നോക്കാൻ ജനലിൻ്റെ അവിടുന്ന് ജനൽ കൂടെ നോക്കാൻ പോവാണ് കേട്ടോ. മറന്നുപോയി ജനലൊക്കെ. അതാ അതാ നോക്കാൻ മറന്ന് എന്നോട് പറഞ്ഞ അവള് നോക്കുന്നു. അതാ 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 കണ്ടോ മറന്ന്. കൂട്ടുകാരികളൊക്കെ കിട്ടിയപ്പോ കഥയിലാ കാണുന്നു. കണ്ടപ്പോ മറന്നൂലേ. നന്നായി എക്സാം ചെയ്തിട്ടാ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഒറ്റയ്ക്കായി ഗൈസ്. ക്ലാസ്സിൽ പോയി ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. എനിക്ക് വ്ലോഗ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതെ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ പോലെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി മാളൂട്ടിക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയുമ്പോഴേക്കും ലഞ്ച് കൊണ്ടുപോയി കൊടുക്കാനാവും. അങ്ങനെയാണ് ഞാൻ മാളൂസ് ഇല്ലാത്തപ്പോൾ ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ വെയിലത്തിടാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇത് ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിച്ച തൊപ്പിയായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടിയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാറ്. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു. അപ്പോഴേക്കും മുമ്പിക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഓ ചീരക്ക് കൊതിയാണ്. പച്ചയില്ല യെസ്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. മുബിക്കാക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ലഞ്ചിന് എന്താണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് വെച്ചാൽ ചോറ്, ചീരപ്പേരി, മീൻ പൊരിച്ചത്, പിന്നെ കായ വെച്ചിട്ടൊരു കറിയും. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പിയും കൂടി ഇതിൽ പറയാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ചുമ്മാ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം.
അപ്പോൾ ഫുഡൊക്കെ ആവാൻ സമയം എടുക്കുന്നുണ്ട് മുമ്പിക്കായി ഞാനൊരു മുസമ്പി കൊണ്ടുപോയി കൊടുത്തു. ഫസ്റ്റ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ചീരപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ മുമ്പിക്കാക്കി എനിക്ക് ഉള്ളിയൊക്കെ നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ചീരണ്ടിൽ ഞാൻ നോർമലി എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്, തേങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. ജസ്റ്റ് കഴുകി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയും കടുകും ചുവന്ന മുളകൊക്കെ ഇട്ട് പിന്നെ ചീരണ്ടെല്ലാം ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം മതിയാവട്ടെ, ചീരണ്ടെല്ലാം പെട്ടെന്ന് വേവുമല്ലോ. അത് നമ്മൾ എത്ര എടുത്താലും കുറച്ചേ ഉണ്ടാവുള്ളൂ ഉപ്പേരി ആയി കഴിയുന്ന സമയത്ത്. പിന്നെ തേങ്ങയിൽ ഞാൻ ഇച്ചിരി ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പേരി അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മസാല തേച്ച് വെക്കാം. അതിൽ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ, ചെറുനാരങ്ങ, വേപ്പിൻ്റെ ഇല, ജീരകം, ഇതൊക്കെ ഞാൻ മീൻ പൊരിക്കുന്നതിൽ ഇടും കേട്ടോ. ഇനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് വേണ്ടി തന്നെ നമ്മൾ തേങ്ങ അരക്കണം. തേങ്ങയിൽ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും പിന്നെ പച്ചമുളക് വേണ്ടവർക്കിടെ ഞാൻ ഇടുന്നില്ല, മാളോട്ടിക്കും കൂടെ കൂട്ടാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അരച്ചിട്ട് ആ തേങ്ങ അതിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് ഏറ്റവും അവസാനം കുറച്ച് തൈര് ഒഴിക്കുക, വറവിടുക. കറി അത്രേ ഉള്ളൂ. തൈരിന് പകരം ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ പുളിയായിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. എനിക്ക് അത് തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. തൈരിനെക്കാട്ടി ടേസ്റ്റ് പുളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തൈര് ഒഴിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ ഞാൻ മാളൂസിന് സ്കൂളിലേക്കുള്ള പപ്പടമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെയാണ് കേട്ടോ ഞാൻ പപ്പടം പൊരിക്കാറ് സ്കൂളിലേക്ക്. വീട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ സ്കൂളിലേക്ക് കൊടുത്തുവിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊരിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സും പോവില്ല, അതേപോലെ അങ്ങനെ പൊടിഞ്ഞും പോവില്ല. ഓൾറെഡി ഇങ്ങനെ പീസായിട്ട് നമ്മൾ ബോക്സിലിട്ട് കൊടുക്കുകയല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവും. മാളൂട്ടിക്കുള്ള ലഞ്ച് അപ്പോൾ പാക്ക് ചെയ്യാം. ചോറും കുക്കുംബറും ചീരപ്പേരിയും പിന്നെ പപ്പടവും തൈരുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്കൂളിലേക്ക്. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കില്ല, കാരണം അവൾക്ക് മുള്ളൊക്കെ എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കറിയോ അവൾ കൂട്ടോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടില്ല കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് അവൾ കൈ കഴുകാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ചോറ് തിന്നോ? മാളൂട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് ഞാൻ പുളിയായിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ തൈര് യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അവൾക്ക് പുളി ഒഴിച്ചതായിരുന്നു ഇഷ്ടമായത്. അതുകൊണ്ടാണ് വൈകുന്നേരം വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഈ ഐസ്ക്രീമിൻ്റെ ഈ ഫ്ലേവർ മാളൂട്ടിക്ക് ഇഷ്ടമായില്ല കേട്ടോ, അതുകൊണ്ട് അവളത് കഴിക്കാറില്ല. സൂപ്പറാ? സൂപ്പറോ? എല്ലാം പറഞ്ഞോ? എല്ലാം എഴുതിയോ? എന്തായിരുന്നു എക്സാം? സൂപ്പർ മാർക്കറ്റോ? മാർക്കറ്റ്. അവിടെ ഒരു കട. കടയിൽ പപ്പടം പോലെ ഇങ്ങനെ പൊടിയുന്ന വല പോലത്തെ സംഭവമുള്ള ഒരു പൊടിക്കുന്ന സംഭവമാണ്. ഇതിപ്പോ 2 ദിവസമായിട്ട് തുടങ്ങിയത്. സ്കൂൾ വിട്ടാ നേരെ കടയിൽ പോകണം. ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞിട്ട് പോവാ. അതെ. അതിന്റെ മാളൂട്ടിക്ക് ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ്. ആഹാ, ഇതിപ്പോ ഇന്ന് തീർക്കോ അത് ചോക്ലേറ്റ്? വന്നോടനെ ഫ്രിഡ്ജൊക്കെ കേട്ടാ. കൈയൊക്കെ കഴുകണം. എന്ത് ചോക്ലേറ്റ് അവിടെ ഉള്ളതുകൊണ്ട് അത് തീരാതെ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത് കേർഡാണ് കേട്ടോ. ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടായിരുന്നു, ബ്ലൂബെറീൻ്റെ, അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാളൂട്ടി സ്കൂളിൽ വിട്ട് വന്നാൽ എവിടെയെങ്കിലും ഞങ്ങൾ പുറത്ത് പോയി വന്നാലൊക്കെ ഞാൻ അപ്പോൾ സാധനങ്ങളൊക്കെ വേഗം എടുത്ത് വെക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം അവിടെ ഇവിടെയും കിടക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നാലാണ് എനിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലത്തെ കുറേ കഥകൾ ഉണ്ടാവും അവൾക്ക് പറയാൻ കേട്ടോ. അത് ഫുൾ ആക്ഷനും എക്സ്പ്രഷനും ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് തരുമ്പോഴേക്കും കുറേ ടൈം അങ്ങനെ പോകും. എക്സാമിന് ഇത്രയും ദിവസം ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരായിരുന്നു. ലഞ്ചൊക്കെ ഒന്നിച്ചായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈവനിങ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചവരെ എക്സാമും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷനൊക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഓണം സെലിബ്രേഷൻ്റെ വീഡിയോസും ഞാൻ വരുന്ന സമയത്ത് വ്ളോഗ് എടുത്തിടാം. അപ്പോൾ മൂവിക്കാക്ക് ജിമ്മിൽ പോയി. ഇനി ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഞങ്ങൾ വീട്ടിലിടാൻ വാങ്ങിയ ചെരുപ്പാണ്, പക്ഷേ കുളിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഇടും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് മറന്നു പോകും. കുളിച്ച് ഫ്രഷ് ആയി വന്നു. ഇനി ഞാൻ സ്വന്തമാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടൊന്നുമില്ല, കുറച്ച് പൗഡർ അതൊക്കെ ഇടും. അപ്പം ഞാൻ അത് ഇടാൻ പോവാണ്. ഞാൻ സ്വന്തമാണെന്ന് ഒരുങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ക്രീം തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത്തിരി പൗഡർ ഇടാം. എനിക്കച്ച് അത്രയൊക്കെ അതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ചുവന്നിട്ട് പിടിക്കും. ഇനി മമ്മ ഒരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ജസ്റ്റ് ക്രീമൊക്കെ തേക്കുന്നതിനെയാണ് കേട്ടോ മാളൂട്ടി ഒരുങ്ങുക, മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ സ്കിൻ കെയർ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കുളിച്ച് ഫ്രഷായി വന്നതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സൺ പ്രൊട്ടക്ഷൻ ഞാൻ ഇടുന്നില്ല എന്ന് കരുതി, കാരണം ഇപ്പം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, പിന്നെ ഓൾമോസ്റ്റ് നൈറ്റ് ആവാനായി. ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ബാം ഞാൻ BS നാച്ചുറൽസിൻ്റെ ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്, ചുണ്ടിന് പിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടുന്നുണ്ട്. പിന്നെ അത്തർ അത് ഓൾവേസ് തേക്കും. മമ്മ ഒരുങ്ങി കഴിഞ്ഞിട്ട് ചോറ് തിന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ വന്നപ്പോഴേക്കും ഇതാ നല്ല ഉറക്കം. അപ്പം ഞാൻ കരുതി വിളിക്കണ്ട, നല്ല ടയേർഡാണ് ആൾ, അപ്പോൾ വിളിക്കണ്ട, കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോഴേക്കും മൂപ്പിക്കാകെ ജിമ്മിൽ നിന്ന് വന്നു. മൂപ്പിക്കാകെ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. ഉറങ്ങി. കട്ട്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് വേഗം എഴുന്നേറ്റ് വന്നിട്ട് ഉറക്കത്തുനിന്ന്. എന്നിട്ട് കട്ട്ലേറ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു. എപ്പോഴൊന്നും ഇങ്ങനെ കടികളൊന്നും വാങ്ങിക്കില്ല കേട്ടോ, ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറാണ്, അതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു കൊതിയാവുമ്പോൾ എപ്പോഴേലും പുറത്തൊക്കെ പോകുമ്പോൾ മൂവിക്കാകെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഇനി എക്സാമിന് മാളൂട്ടീനെ പഠിപ്പിക്കാനുണ്ട്. ആ സമയത്ത് വ്ലോഗ് എടുക്കലൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ട് വരാം. ഉറക്കം പോവും. സാരല്ല, വേറെ ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. സ്പെല്ലിങ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാനേ ഒരു വഴിയായിട്ടിരിക്കുകയാണ് ഇവള് സ്പെല്ലിങ് പറഞ്ഞു തന്നിട്ട്. ഇത് നിങ്ങൾക്കും പറഞ്ഞു തരണം സ്പെല്ലിങ് പഠിച്ചത്. മാളൂസിന് ഇതാ ചോറുണ്ട്. മാളൂസിന് ഉച്ചക്ക് കറി കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ വെച്ചാല് മാളൂസിന് ഇഷ്ടമുള്ള ഒരു കറി ആയിരുന്നു ഒരു തവണ ഉണ്ടാക്കിയിട്ട്, അവളത് മറന്നു പോയി എന്ന് പറയണേ. ഇപ്പൊ ഒന്ന് കൊടുത്തോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാം. പിന്നെ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുണ്ട്, ഗോട്ട് കാണാത്തവര് പോയി കാണാം. മാളൂസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സീനാണെങ്കിലും മാളൂസിനെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ ഫ്രം മാളൂസ് ഒരു വായ കഴിക്കുമ്പോ നമ്മള് ബൈ പറഞ്ഞു. ബൈ ബൈ.